മഹാഭാരത യുദ്ധത്തിനു ശേഷം ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട പുത്രന്മാർ പാഞ്ചാലി എന്നിവരോടൊപ്പം പതിവ്രതയായ കുന്തിദേവി ദ്വാരകയിലേക്ക് പോവാൻ ഒരുങ്ങിയിരിക്കുന്ന ശ്രീകൃഷ്ണനോട് പറയുന്ന 27 ശ്ലോകങ്ങളാണ് കുന്തിസ്തുതി. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ അദ്ധ്യായം 8 18 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങൾ ആദ്യമൊന്ന് വായിക്കാം. അതിനുശേഷം ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം പറയാം. കുന്തിവാച: നമസ്യേ പുരുഷന്താദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ചന്നമജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. യഥാ ഋഷികേശകലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാദേന മുഹുർവിപദ്ഗണാത്. വിഷാന്മഹാഗ്നേ പുരുഷാദദർശനാൽ അസൽസഭായ വനവാസകൃച്ഛ്രദഃ മൃദേ മൃദേ അനേകമഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്രതശ്ചാമഹരേ വിരക്ഷിതാഃ. വിപദഃ സന്തു നശ്യത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവദർശനം. ജന്മൈശ്വര്യശ്രുതശ്രീഭിർഏതമാനമദഃ പുമാൻ നൈവാർഹത്തഭിധാതും വൈ ത്വാമകിഞ്ചനഗോചരം. നമോ അകിഞ്ചനവിത്തായ നിവൃത്തഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപദയേ നമഃ. മന്യേ ത്വാം കാലമീശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാമെന്മിതക്കലിഃ. ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം. ന യസ്യ കശ്ചിത് ദൈതോസ്തി കർഹിജിത് ദേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യ കർത്തൃരാത്മനഃ തിര്യങ് ഋഷിഷു യാദസ്സു തദത്യന്തവിഡംബനം. ഗോപ്യാദദേ ത്വയി കൃതാഗസിതാമ താവത് യാദേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീരഭിയദ്ബിഭേദി. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യതോ പ്രിയസ്യാന്യവായേ മലയസ്യേവ ചന്ദനം. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വദായ ച സുരദ്യുഷാം. ഭാരാവതരണായാന്യേ ഭുവോ നാവൈവോ ദദോ സീദന്ത്യ ഭൂരിഭാരേണ ജാതോഹാത്മഭുവാർത്തിതഃ. ഭവേസ്മിൻ ക്ലിശ്യമാനാം അവിദ്യാകാമകർമ്മഭിഃ ശ്രവണസ്മരണാർഹാണി കരിഷ്യന്നിതി കേചന. ശൃണ്വന്തി ഗായന്തി ഗൃണന്തഭീഷണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ. തയേവ പശ്യന്തജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. അപ്യദ്യനസ്ത്വം സുഹൃതേ ഹിതപ്രഭോ ജിഹാസസി സ്വിത് സുഹൃദോനുജീവിനഃ. യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസുയോജിതാം ഹസാം. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാഃ ഭവതോ ദർശനം യർഹി ഋഷീകാണാമിവേശിതുഃ. നേയം ശോഭിക്ഷ്യത്തെ തത്ര യദേദാനീം ഗദാധര ത്വത്പദൈരങ്കിതാ ബാധി സ്വലക്ഷണവിലക്ഷിതൈഃ. ഇമേ ജനപദാ ശ്രുത്വാ സുഭഗൗഷധിവിരുധഃ വനാദ്രീനദ്യുതന്വന്തോ ഹേദന്തേ തവ വീക്ഷിതൈഃ. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ത്വയി മേ അനന്യവിഷയാ മതിർമധുപദേ അസകൃത് രതിമുദ്വഹദാദന്ത ഗംഗേവൗഗമുദന്വതി.
ശ്രീകൃഷ്ണ കൃഷ്ണ സഹ വൃഷ്ണിഷഭാവനിദ്രുഗ്രാജന്യവംശദഹനാനഭവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇനി അർത്ഥം പറയാം. ഒന്നാമത്തെ ശ്ലോകം. കുന്തിവാച. നമസ്യേ പുരുഷന്താദ്യം ഈശ്വരം പ്രകൃതേപരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സകല പ്രാണികളുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നവനും കാണപ്പെടുവാൻ കഴിയാത്തവനും പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനും നിയന്താവും പരിപൂർണനും ആദിയിലുള്ളവനുമായ അങ്ങയെ നമസ്കരിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. മായാജവനികാച്ഛന്നമജ്ഞാദോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല എന്നുള്ളതിനുള്ള ഉത്തരം. മായയാകുന്ന തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടവനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനും അപരിച്ഛിന്നനുമായ അങ്ങയെ വേഷം കെട്ടി കളിക്കുന്നവൻ്റെ യഥാർത്ഥ നാമരൂപങ്ങളെ കളി കാണുന്നവർ അറിയാത്തതുപോലെ അങ്ങയുടെ അത്ഭുത ശക്തിയെ അറിയാത്തവർ അറിയുന്നില്ല. ആ വിധം അറിയാത്തവരിൽ ഒരുവളായ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയഃ. ജീവാത്മാ പരമാത്മാ വേദത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന പരമഹംസന്മാരും ആത്മരൂപത്തെ എപ്പോഴും മനനം ചെയ്യുന്ന മുനിമാരും മനസ്സിൽ നിന്നും രാഗാദികളെ അകറ്റിയവർ പോലും അങ്ങയെ നന്നായി അറിയുന്നില്ല. പിന്നെ സ്ത്രീകളായ ഞങ്ങൾ എന്നെപ്പോലുള്ളവർ അങ്ങയെ എങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് അറിവില്ലാത്തവളായ ഞാൻ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നു. നാലാമത്തെ ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായി അവതരിച്ചും നന്ദഗോപൻ്റെയും യശോദയുടെയും പുത്രനായി വളർന്നും ഗോക്കളെ പരിപാലിച്ചു കൊണ്ടിരുന്ന ശ്രീകൃഷ്ണനായി നമസ്കാരം നമസ്കാരം. അഞ്ചാമത്തെ ശ്ലോകം. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പങ്കജനാഭനായിക്കൊണ്ട് നമസ്കാരം. പങ്കജമാല ധരിച്ചിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. പങ്കജനേത്രനായിക്കൊണ്ട് നമസ്കാരം. താമരപ്പൂ പോലുള്ള കാലുകളോടുകൂടിയ അങ്ങേക്ക് നമസ്കാരം. ആറാമത്തെ ശ്ലോകം. യഥാ ഋഷികേശകലേന ദേവകി കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജ വിഭോ ത്വയൈവ നാദേന മുഹുർവിഭദ്ഗണാത്. കൃഷ്ണൻ ചെയ്ത ഉപകാരങ്ങളെ സ്മരിക്കുന്നു. മഹാപ്രഭോ, ദുഷ്ടനായ കംസൻ അങ്ങയുടെ അമ്മയായ ദേവകിയെ ബന്ധനത്തിലാക്കി അതിൽ നിന്നും അങ്ങ് അമ്മയെ രക്ഷിച്ചു. അതുപോലെയാണോ എന്നെ രക്ഷിച്ചത്? അല്ല, അതിലും വിശേഷിച്ചാണ്. ദേവകീദേവി കംസൻ്റെ ബന്ധനത്തിൽ അധികകാലം കഴിഞ്ഞു. അവളുടെ മറ്റു മക്കളെ അങ്ങ് രക്ഷിച്ചില്ല, അവളെ മാത്രമേ രക്ഷിച്ചുള്ളൂ. എന്നെയോ അങ്ങനെയല്ല. ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്ന് അപ്പപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും അങ്ങ് രക്ഷിച്ചിരിക്കുന്നു. അതിനാൽ ഹേ കൃഷ്ണ, അങ്ങേക്ക് എന്നോട് അമ്മയേക്കാൾ വാത്സല്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങേക്ക് നമസ്കാരം. ഏഴാമത്തെ ശ്ലോകം. വിഷാൻ മഹാഗ്നേ പുരുഷാദദർശനാൽ അസൽസഭായ വനവാസകൃച്ഛ്രദഃ മൃദേ മൃദേ അനേകമഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഃ. ഭീമന് ദുര്യോധനൻ കൊടുത്ത വിഷത്തിൽ നിന്നും അരക്കില്ലത്തിലെ തീയിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും ചൂത് കളിച്ചതായ സഭയിൽ നിന്നും കാട്ടിൽ വസിക്കുമ്പോൾ ഉണ്ടായ കഷ്ടങ്ങളിൽ നിന്നും ഓരോ യുദ്ധത്തിലും അനേക മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്നും ഇപ്പോൾ അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഹേ കൃഷ്ണ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. എട്ടാമത്തെ ശ്ലോകം. സുയോധന നിസൃഷ്ടോ നശാപായ മർഷണോ മുനീഃ പത്രൈശ്ചാതൃപ്യതഃ സഹ ത്രിലോകൈശ്ചരതാം വനേ. കാട്ടിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെ ശപിക്കുവാൻ വേണ്ടി ദുര്യോധനൻ പറഞ്ഞയച്ച ക്രോധശീലനായ ദുർവാസാവ് മഹർഷി ചീര ഇല കൊണ്ട് തൃപ്തനായെന്നു മാത്രമല്ല 3 ലോകങ്ങളും ആ ഇല കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടു. ഇതും അങ്ങയുടെ കരുണാസൂചകമായ അനുഗ്രഹമാകുന്നു. 9-ാമത്തെ ശ്ലോകം.
വിപദഃ സന്തു നശ്യത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവദർശനം. ഹേ ലോകഗുരു, ആപത്തുകൾ അപ്പപ്പോൾ ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അപ്പോഴൊക്കെയും സംസാര ദുഃഖം രണ്ടാമതുണ്ടാകാതെ രക്ഷിക്കുന്ന നിൻ തിരുവടിയുടെ ദർശനം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ആപത്തുണ്ടായപ്പോഴെല്ലാം ശ്രീകൃഷ്ണൻ അവരെ ചെന്ന് കാണുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സാരം. 10-ാമത്തെ ശ്ലോകം. ജന്മൈശ്വര്യശ്രുതശ്രീഭിർ ഏതമാനമതപ്പുമാൻ നൈവാർഹത്തഭിധാതും വൈ ത്വാമകിഞ്ചനഗോചരം. സമ്പത്തുകൾ ശ്രേയസിൻ്റെ ശത്രുക്കളാണെന്ന് പറയുന്നു. ഉന്നതകുലത്തിൽ ജനനം, പ്രഭുത്വം, വേദാന്താദി ശാസ്ത്രജ്ഞാനം, ധനാധിക്യം എന്നിവ നിമിത്തം അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷൻ അങ്ങല്ലാതെ രക്ഷാസ്ഥാനം വേറെയില്ലെന്ന് ദൃഢമായി ഉറച്ചിരിക്കുന്നവർക്ക് മാത്രം കാണാൻ കഴിയുന്ന അങ്ങയുടെ ദിവ്യനാമങ്ങളെ കീർത്തിക്കുക പോലും ചെയ്യുകയില്ല. സമ്പത്ത് നിമിത്തം അഹങ്കാരം വർദ്ധിക്കും, അതുനിമിത്തം ഈശ്വരഭക്തി ഉണ്ടാകാതിരിക്കും. അതുകൊണ്ട് ഞാൻ സമ്പദാദികളെ ആഗ്രഹിക്കുന്നില്ല. 11-ാമത്തെ ശ്ലോകം. നമോ അകിഞ്ചനവിത്തായ നിവൃത്തഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപദയേ നമഃ. അങ്ങല്ലാതെ അന്യമായ ശരണം ഇല്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ സർവസ്വവുമായിരിക്കുന്നവനും ധർമാർത്ഥ കാമവിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവനും ആത്മാവിൽ രമിക്കുന്നവനും രാഗാദിവൃത്തികളില്ലാത്തവനും മോക്ഷത്തെ നൽകുവാൻ സമർത്ഥനുമായ ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം. 12-ാമത്തെ ശ്ലോകം. മന്യേ ത്വാം കാലമീശാനാം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം എന്മിതക്കലിഹി. അങ്ങ് കാലസ്വരൂപനും നിയന്താവും ജനനമരണങ്ങളില്ലാത്തവനും എങ്ങും ഒരുപോലെ ഇരിക്കുന്നവനുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭൂതങ്ങൾക്കു തമ്മിൽ കലഹമുണ്ടാകുന്നതല്ലാതെ അങ്ങേക്ക് ആരിലും ഭേദഭാവനയില്ല. ദുർബലന്മാരെ അധർമ്മികളിൽ നിന്നും രക്ഷിച്ച് ലോകത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ദേവകീപുത്രനായി അവതരിച്ചിരിക്കുന്ന അങ്ങ് സർവേശ്വരനാണെന്ന് ഞാൻ അറിയുന്നു. 13-ാമത്തെ ശ്ലോകം. ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിത് ദൈതോസ്തി കർഹിജിത് ദേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഹേ ഭഗവാനെ, അങ്ങ് മനുഷ്യനാട്യത്തെ അനുകരിച്ചു വരുന്നതിനാൽ അങ്ങയുടെ അഭിപ്രായം ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങേക്ക് ഒരുവനും പ്രിയനോ ദേഷ്യനോ ആയിട്ടില്ല. എങ്കിലും അങ്ങ് ചിലരെ രക്ഷിക്കുന്നതായിട്ടും മറ്റു ചിലരെ ശിക്ഷിക്കുന്നതായിട്ടും മനുഷ്യദൃഷ്ടിക്ക് തോന്നാറുണ്ട്. കഷ്ടമെന്നല്ലാതെ എന്താ പറയുക. 14-ാമത്തെ ശ്ലോകം. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യ കർത്തൃരാത്മനഃ തിര്യങ് ഋഷിഷു യാദസ്സു തദത്യന്ത വിഡംബനം. എല്ലാമായി വിളങ്ങുന്ന ഹേ പരമപുരുഷ, അന്തരാമിയും ജനനമില്ലാത്തവനുമായ അങ്ങേക്ക് പന്നി മുതലായ തിര്യക് ജാതിയിലും ശ്രീരാമനായിട്ട് രാജസ്വരൂപത്തിൽ മനുഷ്യവർഗത്തിലും വാമനസ്വരൂപത്തിൽ ഋഷിവർഗത്തിലും മത്സ്യം കൂർമ്മ രൂപേണ ജലജന്തുക്കളിലും ജന്മമുണ്ടായതും അകർത്താവായിരിക്കുന്ന അങ്ങേക്ക് സൃഷ്ട്യാദി ലീലകളെ നടത്തണമെന്ന ആഗ്രഹമുണ്ടായതും കേവലം ലീല മാത്രമാണ്. 15-ാമത്തെ ശ്ലോകം. ഗോപ്യാദദേ ത്വയി കൃതാഗസിതാമതാവത് യാദേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി വീരവിയദ്വിഭേദി. ഭഗവാന്റെ മനുഷ്യജന്മം അത്യാശ്ചര്യം തന്നെയെന്ന് കൃഷ്ണൻ്റെ ബാലലീലയെ ഓർത്തുകൊണ്ട് കുന്തിദേവി പറയുന്നു. ഹേ കൃഷ്ണ, തൈർക്കലം ഉടച്ചപ്പോൾ അപരാധിയായ അങ്ങയെ കെട്ടിയിടുവാനായി യശോദ കയർ കയ്യിലെടുത്തപ്പോൾ അങ്ങ് കണ്ണുനീർ കൊണ്ട് കലങ്ങിയ മഷിയോടുകൂടി പരിഭ്രമിച്ചു നോക്കുന്ന കണ്ണുകളോടുകൂടിയ മുഖത്തെ താഴ്ത്തി ഭയപ്പെട്ട മാതിരി നിന്നു. അങ്ങയുടെ ആ അവസ്ഥ എന്നെ മോഹിപ്പിക്കുന്നു. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന സംസാര ഭയം അങ്ങയെ പേടിച്ചാണല്ലോ ഇരിക്കുന്നത്. അപ്രകാരമുള്ള അങ്ങയുടെ ഭയനാട്യം ആശ്ചര്യം തന്നെ. 16-ാമത്തെ ശ്ലോകം. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യതോ പ്രിയസ്യാന്യവായേ മലയസ്യേവ ചന്ദനം. ലോകത്തെ മോഹിപ്പിക്കുന്നതിനാൽ അങ്ങയുടെ തത്വം അറിഞ്ഞുകൂടാ എന്ന് വർണ്ണിക്കുന്നു.
പരിശുദ്ധമായ മഹിമയുള്ള ധർമ്മപുത്രരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കാനായി, മലയപർവ്വതത്തിൻ്റെ കീർത്തിക്കായി ചന്ദനമരം ആ വനത്തിൽ വളരുന്നതുപോലെ ജനനമില്ലാത്ത അങ്ങ് ഏറ്റവും പ്രീതിയുള്ള യാദവവംശത്തിൽ അവതരിച്ചുവെന്ന് ചിലർ പറയുന്നു. 17 ശ്ലോകം. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വദായ സുരദ്ദിഷാം. മുൻജന്മത്തിൽ സുതപസ് എന്നും പൃശ്നി എന്നും പേരോടുകൂടിയ വസുദേവനാലും ദേവകിയാലും പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ട് ജന്മാതിരഹിതനായ അങ്ങ് ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനായി ദേവശത്രുക്കളെ വധിക്കാനായി വസുദേവ ഭാര്യയായ ദേവകിയിൽ അവതരിച്ചുവെന്ന് മറ്റു ചിലർ പറയുന്നു. 18 ശ്ലോകം. ഭാരാവതരണായാന്യേ ഭുവോ നാവൈവോ ദദോ സീതന്ത്യ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്തിതഃ. അതിഭാരം കാരണം സമുദ്രത്തിൽ മുങ്ങാൻ ഭാവിക്കുന്ന കപ്പലിനെ പോലെ ദുർജനങ്ങളുടെ അമിതഭാരം നിമിത്തം ക്ലേശിക്കുന്ന ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കണമെന്ന ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം അങ്ങ് അവതരിച്ചുവെന്ന് വേറെ ചിലർ പറയുന്നു. 19 ശ്ലോകം. ഭവേസ്മിൻ ക്ലിശ്യമാനാം അവിദ്യാകാമകർമ്മഭിഃ ശ്രവണസ്മരണാർഹാണി കരിഷ്യന്നിതി കേചന. അജ്ഞാനം കൊണ്ട് സംസാരചക്രത്തിൽ കിടന്ന് കറങ്ങുന്നവരെ അതിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടി അവർക്ക് കേൾപ്പാനും ഓർമ്മ വയ്ക്കാനും യോഗ്യമായ കർമ്മങ്ങളെ ചെയ്യുവാനായി അങ്ങ് അവതരിച്ചതാണെന്ന് മറ്റു ചിലർ പറയുന്നു. 20 ശ്ലോകം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തഭീഷണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്തജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഏതു ജനങ്ങൾ അങ്ങയുടെ ചരിതത്തെ എപ്പോഴും കേൾക്കുകയും കീർത്തിക്കുകയും സ്മരണം ചെയ്യുകയും ചെയ്യുന്നുവോ, മറ്റുള്ളവർ കീർത്തിക്കുന്നത് കേട്ട് സന്തോഷിക്കുന്നുവോ, അവർ സംസാര പരമ്പരകളെ നശിപ്പിക്കുന്ന അങ്ങയുടെ പാദകമലത്തെ പെട്ടെന്നു കാണുന്നു. 21 ശ്ലോകം. അപ്യദ്യനസ്ത്വം സുഹൃദേഹിത പ്രഭോ ജിഹാസസി സ്വിത് സുഹൃദോനുജീവിനഃ യേഷാം ന ചാന്യത് ഭവത പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. ആശ്രയിച്ചിരിക്കുന്നവരുടെ സകല മനോരഥങ്ങളെയും സാധിപ്പിക്കുന്ന മഹാപ്രഭോ, അങ്ങയെ ഏറ്റവും സ്നേഹിക്കുന്നവരും ആശ്രയിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെ ഇപ്പോൾ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ? പുത്രന്മാരെ വധിച്ചും രാജ്യാദികളെ അപഹരിച്ചും രാജാക്കന്മാർക്ക് ദുഃഖത്തെ ജനിപ്പിച്ച ഞങ്ങൾക്ക് അങ്ങയുടെ പാതാരവിന്ദമല്ലാതെ വേറെ ശരണമില്ലല്ലോ. 22 ശ്ലോകം. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാഃ ഭവതോ ദർശനം യർഹി ഋഷീകാണാമിവേശിതുഃ. ഹേ കൃഷ്ണ, ഇന്ദ്രിയങ്ങളുടെ നാഥനായ ജീവനില്ലെങ്കിൽ നേത്രങ്ങളെന്ന പേരും ആകൃതികളും ഏതുവിധം നിഷ്ഫലമാകുമോ, അതുപോലെ അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കാതിരുന്നാൽ കീർത്തിയും ഐശ്വര്യവും ഉള്ളവരാണെങ്കിലും യാദവന്മാരും പാണ്ഡവന്മാരുമായ ഞങ്ങളാരാണ്? വിലയും നിലയും ഇല്ലാത്തവരെ പോലെ തന്നെ. 23 ശ്ലോകം. നേയം ശോഭിക്ഷ്യതേ തത്ര യഥേദാനീം ഗദാധര ത്വത്പദൈരങ്കിതാബാധി സ്വലക്ഷണവിലക്ഷിതൈഃ. ഹേ ഗദാധര, അസാധാരണമായ ലക്ഷണങ്ങൾ കൊണ്ട് അടയാളപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ കാലടികൾ പതിഞ്ഞു കാണുന്ന ഈ ഭൂമി ഇപ്പോൾ എങ്ങനെ ശോഭിക്കുന്നുവോ, അങ്ങ് ഇവിടെ നിന്നും പോയാൽ പിന്നെ ആ വിധം ശോഭിക്കുകയില്ല. 24 ശ്ലോകം. ഇമേ ജനപദാശ്രിദ്വാ സുഭകൗഷധിവീരുദഃ വനാദ്രീനദ്യുതന്വന്തോ ഹേദന്തേ തവ വീക്ഷിതൈഃ. ഏറ്റവും പാകം വന്ന ഔഷധ ചെടികളും മരങ്ങൾ നിറഞ്ഞ കാടുകളും നദികളും ജലാശയങ്ങളുമുള്ള ഈ ദേശങ്ങൾ അങ്ങയുടെ കടാക്ഷങ്ങൾ കൊണ്ട് പൂർവാധികം സമൃദ്ധിയോടെ വർദ്ധിച്ചിരിക്കുന്നു. 25 ശ്ലോകം. അധവിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഹേ ലോകനാഥ, സർവാന്തര്യാമിൻ, സർവവുമായി വിളങ്ങുന്ന വിശ്വമൂർത്തേ, എൻ്റെ സ്വന്തം ബന്ധുക്കളായ പാണ്ഡവന്മാരിലും യാദവന്മാരിലും ഉറപ്പോടുകൂടിയിരിക്കുന്ന ഈ സ്നേഹപാശത്തെ മുറിച്ചു കളഞ്ഞാലും. 26 ശ്ലോകം.
ത്വയിമേ അനന്യവിഷയാ മതിർമധുപതേ അസഹൃത് രതിമുദ്വഹദാദന്ത ഗംഗേവൗഗമുദന്യുതി. മധുവെന്ന രാജാവിൻ്റെ അധിപനായ കൃഷ്ണ, എൻ്റെ ബുദ്ധി അന്യവിഷയത്തിൽ ഒന്നും പ്രവേശിക്കാതെ ഗംഗാനദി സ്വപ്രവാഹത്തെ കടലിൽ പ്രവേശിപ്പിക്കുന്ന പോലെ അങ്ങയിലേക്ക് പ്രവഹിക്കട്ടെ. വഴിയിൽ വല്ല തടസ്സങ്ങൾ ഉണ്ടായാലും അവയെല്ലാം മറികടന്ന് ഗംഗാജലം സമുദ്രത്തിൽ ചേരുന്ന പോലെ എൻ്റെ മനസ്സ് അങ്ങയിൽ പരമപ്രേമമുള്ളതായി ഭവിക്കാൻ അനുഗ്രഹിക്കണമേ. 27-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ കൃഷ്ണ സഹ വൃഷ്ണിഷഭാവനിദ്രുഗ്രാജന്യവംശദഹനാനഭവർഗവീര്യ ഗോവിന്ദ ഗോദ്യുജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹേ ശ്രീകൃഷ്ണ, ഹേ അർജുന പ്രാണപ്രിയ, ഹേ വൃഷ്ണികളുടെ സംഘത്തിൽ വെച്ച് ശ്രേഷ്ഠ, ഹേ ഭൂമിയെ ഉപദ്രവിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തെ ദഹിപ്പിക്കുന്ന അഗ്നിസ്വരൂപ, ഹേ ക്ഷയിക്കാത്ത വീര്യപ്രഭാവമുള്ളോനെ, ഹേ ഗോവിന്ദ, പശുക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ എന്നിവരുടെ ദുഃഖത്തെ നശിപ്പിക്കാനായി അപ്പപ്പോൾ അവതരിക്കുന്ന ഹേ ദേവ, ഹേ യോഗേശ്വര, എല്ലാവർക്കും ഗുരുവായിരിക്കുന്ന ഭഗവാൻ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. കുന്തി സ്തുതി അവസാനിച്ചു. ഹരി ഓം.